സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ പാലായിൽ ഉദ്ഘാടനം ചെയ്തു. മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം ചെയ്തു. പാലാ ഡിവൈഎസ്പി കെ സദൻ മുഖ്യപ്രഭാഷണം നടത്തി. കുടുംബശ്രീ മിഷനും സംസ്ഥാന ആഭ്യന്തര വകുപ്പും സംയുക്തമായി സംസ്ഥാനത്ത് ഉടനീളം ഡിവൈഎസ്പി എസ്.പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ പാലാ ഡിവൈഎസ്പി ഓഫീസിൽ വെച്ച് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ ഉദ്ഘാടനം നിർവഹിച്ചു. കുടുംബശ്രീ സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ എല്ലാ ഡിവൈഎസ്പി ഓഫീസുകളിലും ഉദ്ഘാടനം ചെയ്യപ്പെടുകയാണ്. ഈ മഹനീയ മുഹൂർത്തത്തിൽ സാക്ഷി നിൽക്കാൻ സാധിച്ചതിൽ എനിക്ക് വളരെയേറെ സന്തോഷമുണ്ട്. നമുക്കറിയാം, ഒരു കാലത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് കടന്നു വരിക എന്നുള്ളത് സ്ത്രീകൾക്ക് മാത്രമല്ല, സാധാരണക്കാരായ എല്ലാ ജനങ്ങൾക്കും മാനസികമായിട്ട് വളരെ സമ്മർദ്ദം ഉണ്ടാക്കുന്ന ഒരു സംഗതിയായിരുന്നു. എന്നാൽ ഏതാണ്ട് 1/4 നൂറ്റാണ്ടായിട്ട് ജനമൈത്രി പോലീസിന്റെ ആരംഭത്തോടുകൂടി പോലീസ് സ്റ്റേഷൻ മറ്റെല്ലാ സർക്കാർ ഓഫീസുകളും പോലെ തന്നെ ഒരു ജനമൈത്രിയിലേക്ക് മാറ്റുവാൻ നമ്മുടെ സംസ്ഥാന സർക്കാരിന് കഴിഞ്ഞു എന്നത് നമുക്കെല്ലാവർക്കും അങ്ങേയറ്റം സന്തോഷം പകരുന്ന ഒരു സംഗതിയാണ്. അതിക്രമങ്ങൾക്കും ചൂഷണങ്ങൾക്കും ഇരയാക്കപ്പെടുന്ന സ്ത്രീകൾക്കും കുട്ടികൾക്കും താൽക്കാലിക അഭയവും കൗൺസിലിംഗും ഉൾപ്പെടെയുള്ള സേവനങ്ങൾ നൽകുന്നതിനായി കുടുംബശ്രീ മിഷന്റെ കീഴിൽ എല്ലാ ജില്ലയിലും സ്നേഹിത ജെൻഡർ ഹെൽപ്പ് ഡെസ്കുകൾ പ്രവർത്തിക്കുന്നു. സ്ത്രീകൾക്കും കുട്ടികൾക്കും സുരക്ഷിതമായ സാമൂഹിക ഇടം സൃഷ്ടിക്കുക, ഉപജീവനത്തിനും അതിജീവനത്തിനും ഉതകുന്ന പിന്തുണകൾ നൽകുക, അടിയന്തര സഹായവും പിന്തുണയും സാധ്യമാക്കുക എന്നീ ലക്ഷ്യത്തോടെയാണ് സ്നേഹിത പ്രവർത്തിക്കുന്നത്. സമൂഹത്തിൽ ഒറ്റപ്പെടുന്നവരും നിരാലംബരും പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുന്നവരുമായ സ്ത്രീകൾക്കും കുട്ടികൾക്കും പിന്തുണയും സഹായവും സ്നേഹിതയിലൂടെ ലഭ്യമാക്കുന്നു. സംസ്ഥാനത്തെ ഡിവൈഎസ്പി എസ്.പി ഓഫീസുകളുടെ പരിധിയിൽ വരുന്ന പോലീസ് സ്റ്റേഷനുകളിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവരിൽ അടിയന്തര മാനസിക പിന്തുണയും ക്ഷേമവും ആവശ്യമുള്ളവർക്ക് കുടുംബശ്രീ കമ്മ്യൂണിറ്റി കൗൺസിലർമാരെ ചുമതലപ്പെടുത്തി മാനസിക പിന്തുണ സേവനം അവർക്ക് ഉറപ്പാക്കുക എന്നതാണ് ഈ പദ്ധതി വിഭാവനം ചെയ്യുന്നത്. മുൻ മുനിസിപ്പൽ ചെയർമാനും വാർഡ് കൗൺസിലറുമായ ആൻഡോ ജോസ് പടിഞ്ഞാറേക്കര യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. നമ്മുടെ കുടുംബശ്രീ മിഷനും സംസ്ഥാന ആഭ്യന്തരവും സംയുക്തമായി സംസ്ഥാനത്തുടനീളം ഡിവൈഎസ്പി ഓഫീസുകൾ കേന്ദ്രീകരിച്ച് നടപ്പിലാക്കുന്ന പദ്ധതിയാണ് സ്നേഹിത പോലീസ് സ്റ്റേഷൻ എക്സ്റ്റൻഷൻ സെന്റർ. നമുക്കറിയാം, ഇന്ന് ഈ കുട്ടികൾക്കും സ്ത്രീകൾക്കും ഒരുപാട് വിഷയങ്ങൾ സംഭവം അവർ നേരിടുന്ന പ്രശ്നങ്ങളും എല്ലാം ധൈര്യമായിട്ട് ഏത് സമയത്തും വന്നു പറയാൻ പറ്റുന്ന ഇങ്ങനെയൊരു സംഭവം ഈ സ്നേഹിതയിൽ കൊണ്ടുവന്നതിന് നമ്മുടെ സംസ്ഥാന കമ്മിറ്റിയെ പ്രത്യേകം ഞാൻ. യോഗത്തിൽ പാലാ ഡിവൈഎസ്പി കെ സദൻ മുഖ്യ പ്രഭാഷണം നടത്തി. ഞങ്ങളുടെ ഔദ്യോഗിക നിർവഹണത്തിൽ നമുക്ക് ഏറ്റവും ചാലഞ്ചസ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഈ സ്ത്രീകളുടെ മാറ്റേഴ്സ് കൈകാര്യം ചെയ്യുന്നത്. അപ്പം ഇതിനെ പറ്റിയുള്ള ഒരുപാട് വിശകലനമൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾക്ക് സ്റ്റേഷനുകളിൽ കുറേ ഹെൽപ്പ് ഡെസ്കുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഹെൽപ്പ് ഡെസ്ക് എന്ന് പറയുമ്പോൾ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഒരു ആവശ്യത്തിന് വരുന്ന ഒരാൾ നേരിട്ട് വരുമ്പോൾ അവരുടെ ആവശ്യം എന്താണ് എന്ന് മനസ്സിലാക്കുന്നു. പക്ഷെ അത് എത്തുന്നത് അവരുടെ ആവശ്യം ഒരു പരാതിയാണെങ്കിൽ ഒരു കേസ് രജിസ്റ്റർ ചെയ്യുക അല്ലെങ്കിൽ പരാതിയിൽ ഒരു പരിഹാരം കാണുക എന്നതാണ്. അത് പോലീസിന്റെ ഡ്യൂട്ടി ആയിട്ട് തന്നെ തീരും. പക്ഷേ ആ പരാതിയുമായി എത്തുന്ന ആ ആൾക്ക് മാനസികമായിട്ടുണ്ടാകുന്ന ആഘാതങ്ങളിൽ നിന്നും അവരെ പൂർണ്ണതയിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ യഥാർത്ഥത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നില്ല. പാലാ എസ്.എച്ച്.ഒ പ്രിൻസ് ജോസഫ് ചടങ്ങിൽ സംസാരിച്ചു. അങ്ങനെ വരുമ്പോൾ നമുക്ക് വേണ്ടി സമയപരിമിതി ഒത്തിരി ഉണ്ട്. അപ്പോൾ അതിനിടയ്ക്ക് മണിക്കൂറോളം സംസാരിച്ചാൽ മാത്രമാണ് അവരെ ഒന്ന് ഈ നിൽക്കുന്നയാളെ വേണ്ട എന്നുള്ള ചിന്തയിൽ നിന്ന് മാറ്റി ഒന്നിച്ച് പോകാമെന്ന ചിന്ത കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമം, അതിന് മാത്രം ശ്രമം നമ്മൾ നടത്തണം. അപ്പോൾ വരുന്ന കുടുംബ പ്രശ്നങ്ങൾ പോലും ഡീൽ ചെയ്യാൻ നമുക്ക് പറ്റാത്ത സാഹചര്യമുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇങ്ങനെ കൗൺസിലിംഗ് തുടങ്ങുകയാണെന്നുണ്ടെങ്കിൽ കുറേയൊക്കെ നിങ്ങൾക്ക് ഈ കൗൺസിലേഴ്സിൻ്റെ അടുത്തേക്ക് റെഫർ ചെയ്യാനായിട്ട് പറ്റും. അവർക്ക് കുറേ സമയമെടുത്ത് അവരെ കൗൺസിൽ ചെയ്ത് വീണ്ടും തിരികെ കൊണ്ടുവരാനായിട്ട് പറ്റും. അപ്പോൾ ഈ ആഴ്ച 2 ദിവസം നമുക്ക് ഞാൻ പറയുന്നത് പറ്റുവാണെന്നുണ്ടെങ്കിൽ ഇത് ആഴ്ച 7 ദിവസം വരെ ഇപ്പം നിങ്ങൾ തുടർച്ചയായിട്ട് കൗൺസിൽ നടത്തിയാലും. കിടങ്ങൂർ എസ്.എച്ച്.ഒ മുകേഷ് ആശംസ അർപ്പിച്ച് സംസാരിച്ചു. ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം ജനമൈത്രി പോലീസ് സ്റ്റേഷൻ ആണെങ്കിൽ പോലും കുട്ടികൾക്കായിട്ടൊരു ചൈൽഡ് ഫ്രണ്ട്ലി റൂമുണ്ട്, അവരെ കെയർ ചെയ്യാനായിട്ട് ഓഫീസർമാരുണ്ട്.
വുമൻ ഡെസ്ക് ഉണ്ട്. എങ്കിലും നമ്മൾ ഒരു സ്റ്റേഷനിൽ ശരാശരി 1000-1500 കേസ് രജിസ്റ്റർ ചെയ്യുമ്പോൾ അതേപോലൊക്കെ തന്നെ നമ്മൾ പെറ്റീഷൻ കൈകാര്യം ചെയ്തു. പെറ്റീഷൻ മീൻസ് സ്ത്രീകളുടെ ആയിരിക്കും കൂടുതൽ പെറ്റീഷൻ വരും. അതിൽ നമുക്കൊരു 50% വരെയും ഒരിക്കലും നമുക്കത് പൂർണ്ണമായും പരിഹരിക്കാൻ പറ്റാത്തൊരു സ്ഥിതിയിലേക്കാണ്. തിടനാട് SHO ശ്യാമും ആശംസകൾ അർപ്പിച്ചു. ഉദ്ദേശിക്കുന്നത് ഒരിക്കലും സ്റ്റേഷനിലെ ഒരു പെറ്റീഷൻ ഡിസ്പോസലുമായിട്ട് കണക്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. നമ്മുടെ സ്റ്റേഷനിൽ ഒരു പെറ്റീഷൻ വരുമ്പോൾ അത് നമ്മൾ പരിഹരിക്കാൻ ശ്രമിക്കുന്നത് അതിൻ്റെ ഒരു കേസിൻ്റെ മെറിറ്റ് വെച്ചിട്ടാണ്. അത് കേസെടുക്കാൻ പറ്റുന്നതാണെങ്കിൽ കേസെടുക്കുക എന്നുള്ള, അതിൽ ഓഫൻസ് കണ്ടെത്തുക എന്നുള്ളതിനപ്പുറം കുടുംബ പ്രശ്നങ്ങൾ, പ്രത്യേകിച്ചും സ്ത്രീകളുടെ പ്രശ്നങ്ങളിൽ എപ്പോഴും വേണ്ടി വരുന്നത് അവരുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്നത്. ഈ കൗൺസിലിംഗ് പോലുള്ള സംഗതികളിൽ പ്രാഗൽഭ്യം ലഭിച്ചിട്ടുള്ള ആൾക്കാർ ഒരാളോട് ചോദിക്കുമ്പോൾ ശാസ്ത്രീയമായിട്ട് തന്നെ അവർക്ക് എന്തൊക്കെ മാനസിക സംഘർഷങ്ങളാണ് അവർ അനുഭവിക്കുന്നത്. CDS ചെയർപേഴ്സൺ ശ്രീലത ഹരിദാസ് ആശംസ പ്രസംഗം നടത്തി. വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇന്ന് നമ്മൾ ഇവിടെ നിൽക്കുന്നത്. കാരണം സ്നേഹിതയുടെ ഒരു സെന്റർ പാലായിലും ആരംഭിച്ചതിലുള്ള സന്തോഷം നമ്മളിവിടെ കുറിക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതിൽ നിന്നും സ്ത്രീകളുടെ ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, സ്ത്രീകൾക്കുണ്ടാകുന്ന എല്ലാ വിഷമതകളെയും തരണം ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഈ നമ്മളുടെ പോലീസ് സ്റ്റേഷനുമായി ബന്ധപ്പെട്ട് നമുക്കൊരു സെൻറ്റർ, എക്സ്റ്റൻഷൻ സെൻറ്റർ സ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ട് ഇന്ന് നമുക്ക് അവസരം ഒരുക്കിയിരിക്കുകയാണ്. പാലാ പോലീസ് സ്റ്റേഷൻ പരിധിയിൽ എക്സ്റ്റൻഷൻ സെന്ററിന്റെ ഓഫീസ് മുനിസിപ്പൽ ചെയർമാൻ തുറന്നു നൽകി. വിവിധ പോലീസ് സ്റ്റേഷനുകളിൽ പലതരത്തിലുള്ള പരാതികളുമായി എത്തുന്ന എല്ലാ വിഭാഗത്തിലുള്ളവർക്കും മാനസിക പിന്തുണ ഉറപ്പാക്കുക, മാനസിക പിന്തുണ കൗൺസിലിംഗ് സേവനം ലഭ്യമാക്കുന്നതിലൂടെ പരാതി വ്യവഹാരതല മെച്ചപ്പെടുത്തുവാൻ പോലീസ് വകുപ്പിനും നിയമ സംവിധാനങ്ങൾക്കും സഹായമാകുക, ഏതെങ്കിലും തരത്തിലുള്ള മാനസിക പ്രശ്നം അഭിമുഖീകരിക്കുന്നവർക്ക് കൂടുതൽ പിന്തുണ നൽകുന്നതിനായി റഫറിംഗ് സംവിധാനത്തിലൂടെ മാനസികാരോഗ്യ വിദഗ്ധരുടെ സേവനം ഉറപ്പാക്കുക, വ്യക്തികളുടെ മാനസിക നില മുൻകൂട്ടി പരിശോധിക്കുവാൻ സാധിക്കുന്നതിലൂടെ വ്യക്തികൾക്കും അവരുടെ കുടുംബാംഗങ്ങൾക്കും പൊതുസമൂഹത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള വിവിധ പ്രശ്നങ്ങളുടെയും കുറ്റകൃത്യങ്ങളുടെയും തോത് കുറയ്ക്കുവാനും സഹായിക്കുക, സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ട ദുർബല ജനവിഭാഗങ്ങൾ നേരിടുന്ന ചൂഷണങ്ങളും അതിക്രമങ്ങളും ഇല്ലാതാക്കുവാനും അവരുടെ അവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് മുൻധാരയിലേക്ക് എത്തിക്കുവാനും സ്നേഹിത എക്സ്റ്റൻഷൻ സെന്റർ ലക്ഷ്യമിടുന്നു. സമൂഹത്തിന്റെ മാനസിക ആരോഗ്യ മേഖലയിൽ സമ്പൂർണവും സുസ്ഥിരവുമായ വികസനം ഉറപ്പാക്കുക എന്നിവയാണ് സ്നേഹിതയുടെ ലക്ഷ്യങ്ങൾ. കുടുംബശ്രീ മിഷൻ കോട്ടയം ADMC പ്രകാശ് B നായർ സ്വാഗതം ആശംസിച്ച യോഗത്തിൽ സ്നേഹിത കൗൺസിലർ മഞ്ജു ജോണി കൃതജ്ഞത രേഖപ്പെടുത്തി. ഐഫോറിയ ന്യൂസ്, പാലാ.